CPM-ന്റെ ജില്ലാ ഘടകങ്ങളിലൊക്കെ നടന്ന യോഗങ്ങളിൽ എം വി ഗോവിന്ദനും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ വലിയ ആരോപണങ്ങൾ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നതാണ്. നേതൃമാറ്റം വേണമെന്നുള്ള ആവശ്യമടക്കം ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത്തരം ആവശ്യങ്ങളൊക്കെ വെട്ടിയിരിക്കുകയാണെന്നുള്ള വിവരം പുറത്തുവരികയാണ്. കീഴ്ഘടകങ്ങളുടെ ആവശ്യങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇതോടൊപ്പം തന്നെ പിണറായി വിജയനും ഗോവിന്ദനുമെതിരായ വിമർശനങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. എബി ജോൺ തോമസ് വിശദാംശങ്ങൾ നൽകും. എബി, തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് വലിയ വിമർശനങ്ങൾ ജില്ലാ ഘടകങ്ങൾ, ഏരിയ കമ്മിറ്റികളിലൊക്കെ ഉയർന്നതാണ്. എം വി ഗോവിന്ദനെതിരെ, പിണറായി വിജയനെതിരെയൊക്കെ വന്നതാണ്. ഇപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ ചില വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ നേതൃത്വത്തിനെതിരെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ തന്നെയും ഒഴിവാക്കിക്കൊണ്ട് തന്നെയുള്ള റിപ്പോർട്ട് കീഴ്ഘടകങ്ങളിലേക്ക് ചർച്ചയ്ക്കായി കൊടുക്കാനുള്ള തീരുമാനത്തിലാണ്. നേരത്തെ ഈ കീഴ്ഘടകങ്ങളിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഒപ്പം തന്നെ ജില്ലാ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എം വി ഗോവിന്ദനുമെതിരെയൊക്കെ വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഈ തരത്തിൽ വലിയൊരു തോൽവിക്ക് കാരണമായത് തന്നെ ഈ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം. നേതൃമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതൊക്കെയുമാണ് ഈ റിപ്പോർട്ടിൽ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒപ്പം തന്നെ സംസ്ഥാന സമിതിയിലും ഒക്കെ തന്നെ ചർച്ചയ്ക്ക് വന്നിരുന്നത്. ആ ചർച്ച വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വിശാല സമിതിക്ക് മുന്നിൽ ഈ വിഷയങ്ങൾ എല്ലാം തന്നെ ഈ റിപ്പോർട്ട് ചർച്ചയ്ക്ക് വെക്കാൻ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആ ഘട്ടത്തിൽ ഇപ്പോൾ രണ്ടുപേർക്കെതിരെ ഉയർന്നിരിക്കുന്നത് അത് വ്യക്തികേന്ദ്രീകൃതമായിട്ട് മാത്രം ആകില്ല, മറിച്ച് ഇത്തരത്തിലൊരു പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരു പൊതുവായിട്ടുള്ള, അല്ലെങ്കിൽ അതൊരു പൊതുഫലമായിട്ട് തന്നെ കണക്കാക്കണം. ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെയായിട്ടുള്ള ഒരു വ്യക്തിയുടെ വീഴ്ചയായിട്ടല്ല കണക്കാക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അതിലൊരു ന്യായീകരണമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇവരുടെ രണ്ടുപേർക്കുമെതിരെയുള്ള ഈ ഒരു വിമർശനം അത് ഒഴിവാക്കിക്കൊണ്ട് കീഴ്ഘടകങ്ങളിലേക്ക് ചർച്ചയ്ക്കായി നൽകുന്നത് എന്നുള്ളതാണ്. എന്തായാലും കീഴ്ഘടകങ്ങൾ ഇനിയിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനിരിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള തിരുത്തലുകളൊക്കെ തന്നെയും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകും എന്നുള്ളതായിരുന്നു പൊതുവിലൊരു ധാരണ. പക്ഷേ ഇങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ തിരുത്തലൊക്കെ ഏത് വഴിയാണ് പോവുക എന്ന് കാത്തിരുന്ന് കാണാം നമുക്ക്.